നമസ്കാരം. പണ്ടൊക്കെ ഗൈഡുകളിൽ വരുന്ന ചോദ്യങ്ങൾ അതുപോലെ PSC പരീക്ഷയ്ക്കും എന്തിന് SSLC പരീക്ഷയ്ക്കുമൊക്കെ ചോദിച്ചത് വിവാദമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഗൈഡുകളുടെ സ്ഥാനത്ത് യൂട്യൂബ് ചാനലുകളാണ്. ഇപ്പോഴത്തെ തിങ്കളാഴ്ച കഴിഞ്ഞ ഈ വർഷത്തെ SSLC ചോദ്യപേപ്പറിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വിവാദമുണ്ടായിരിക്കുകയാണ്. യൂട്യൂബ് ചാനലിൽ പ്രവചിച്ചതുപോലെ SSLC കണക്ക് പരീക്ഷയിൽ പതിവില്ലാതെ ഗ്രാഫ് പേപ്പറിൽ വരച്ച് അടയാളപ്പെടുത്താനുള്ള ചോദ്യം വന്നതിൽ അധ്യാപകർക്ക് സംശയമുണ്ടായി. തിങ്കളാഴ്ച നടന്ന പരീക്ഷയിലാണ് ഗ്രാഫ് പേപ്പറിൽ വരച്ച് അടയാളപ്പെടുത്താനുള്ള ചോദ്യം ചോദിച്ചത്. ചോദ്യക്കടലാസിനൊപ്പം കണ്ടുപരിചയമില്ലാത്ത ഗ്രാഫ് പേപ്പർ കിട്ടിയപ്പോൾ കുട്ടികൾ അന്തം വിടുകയും ചെയ്തു. ഗണിത പഠനത്തിൽ ഇപ്പോൾ ഗ്രാഫ് പേപ്പർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നില്ലെന്ന് അധ്യാപകർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച നടക്കുന്ന പരീക്ഷയിൽ ഗ്രാഫ് പേപ്പർ ചോദിക്കുന്നത് ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന വീഡിയോ പരീക്ഷ തലേന്ന് ഒരു യൂട്യൂബ് ചാനലിൽ വന്നത് വിവാദമാകുന്നത്. നാളത്തെ പരീക്ഷയ്ക്ക് ഗ്രാഫ് പേപ്പർ കയ്യിൽ വരാൻ സാധ്യതയുണ്ടെന്നും യൂട്യൂബർ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട്. വീഡിയോ പ്രചരിക്കപ്പെട്ടതോടെ കുട്ടികളെല്ലാം സംശയം ചോദിച്ച് വിളിച്ചിരുന്നെന്ന് അധ്യാപകരും പറയുന്നു. ചാനലിൽ പറഞ്ഞതുപോലെ തിങ്കളാഴ്ച പരീക്ഷയ്ക്ക് ചോദ്യം വന്നു. ഗ്രാഫ് പേപ്പറും ഇതിനൊപ്പം നൽകി. 6 ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം നൽകാവുന്ന ഗ്രൂപ്പിലായിരുന്നു ചോദ്യം എന്നതിനാൽ കുട്ടികൾ മിക്കവരും ഈ ചോദ്യം ഒഴിവാക്കി. പക്ഷേ യൂട്യൂബ് ചാനൽ പ്രവചിച്ചതുപോലെ ഈ ചോദ്യം എങ്ങനെ വന്നു എന്നത് ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ പുതുതായി ഒരുപാട് ഓൺലൈൻ ലേണിംഗ് ആപ്പുകൾ പൊട്ടിമുളച്ചിട്ടുണ്ട്. ഇവരിൽ പ്രമുഖരായ ഒരു ടീം പറയുന്ന ചോദ്യങ്ങൾ SSLCക്ക് വരുന്നുണ്ട്. ഇത് വല്ലാതെ സംശയം ജനിപ്പിക്കുന്നതായി പ്രമുഖ അധ്യാപകർ തന്നെ പറയുന്നു. പക്ഷേ ഇതിൽ അത്ഭുതമൊന്നുമില്ലെന്നും കഴിഞ്ഞ 5 വർഷത്തെ SSLC ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ ചോദ്യങ്ങളുടെ പാറ്റേൺ പിടികിട്ടുമെന്നും അങ്ങനെയുള്ള പ്രവചനമാണ് ഇവർ നടത്തുന്നതെന്നുമാണ് മറ്റൊരു വിഭാഗം അധ്യാപകരും പറയുന്നത്. ഇതൊരു പരിധിവരെ ജ്യോത്സ്യ പ്രവചനം പോലെയാണ്. നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണല്ലോ ജ്യോതിഷികൾ പ്രവചിക്കുന്നത്. ഇതിൽ ചിലത് നടക്കും, ചിലത് നടക്കില്ല. നടന്ന കാര്യങ്ങൾ മാത്രമേ ആളുകൾ ഓർത്തു വയ്ക്കുകയുള്ളൂ. ഇതുപോലെ യൂട്യൂബ് അധ്യാപകർ നിർബന്ധമായും വരുമെന്ന് പറഞ്ഞ് നിരവധി ചോദ്യങ്ങൾ ഇത്തവണ വന്നിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് ചിലത് ശരിയാവും. അപ്പോൾ കുട്ടികൾ അത് ഓർത്തു വെക്കും. അതാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വിദ്യാഭ്യാസ വിചക്ഷണനും എഴുത്തുകാരനുമായ പ്രൊഫസർ പാപ്പുട്ടി പ്രതികരിക്കുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്.